ജനവാസ മേഖലയിൽ വന്യജീവികൾ ഇറങ്ങുന്നത് തടയാൻ നിയമം ഉണ്ടാക്കണമെന്ന് താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയിൽ. കോഴിക്കോട് ക്രൈസ്തവ അവകാശ സംരക്ഷണ റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലയോര ജനതയുടെ ദുരിതം കാണാൻ കഴിയാത്ത വനം മന്ത്രി രാജിവെക്കണമെന്നും താമരശ്ശേരി ബിഷപ്പ് ആവശ്യപ്പെട്ടു. ഇനി ഒരാന കുത്തിയിട്ട് ഒരപകടവും നമുക്കുണ്ടാകാൻ പാടില്ല. ഇനി കടുവയിറങ്ങാൻ പാടില്ല. കുരങ്ങുകൾ നമ്മുടെ പ്രദേശങ്ങളിൽ നശിപ്പിക്കാൻ പാടില്ല. നമുക്ക് ഒരുമിച്ച് നിന്നാൽ അതിന് സാധിക്കും. ഈ അടുത്ത കാലത്ത് വനം മന്ത്രിയുടെ രോദനം നാം കേട്ടതാണ്. ധന്യമായിട്ടുള്ളൊരു ജീവിതം, 90 വയസ്സായി കോതമംഗലം രൂപതയെ ശ്രേഷ്ഠമായിട്ട് നയിച്ച അഭിമന്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവ് ഒരു രാജപാതയുണ്ടായിരുന്നു ഇവിടെ. ആ രാജപാതയിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. കോതമംഗലത്ത് നിന്ന് മൂന്നാറിൽ വളരെ എളുപ്പത്തിൽ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കതിലെ സഞ്ചരിക്കണം. വീണ്ടും അത് തുറന്നു തരണമെന്ന് പറഞ്ഞ് അതിലെ യാത്ര ചെയ്തപ്പോൾ കേസെടുക്കുവാൻ ധൈര്യം കാണിച്ച വനംവകുപ്പിന് അനുകൂലമായിട്ടാണ് ഈ വനം മന്ത്രി സംസാരിച്ചത്. അദ്ദേഹം ഇപ്രകാരം പറയുകയാണ്, അങ്ങനെ ഒരു വനപാത അവിടെ ഇല്ല. ആർക്കാണ് കണ്ണില്ലാത്തത്? കണ്ണില്ലാത്തത് പുന്നക്കോട്ടി പിതാവിനാണോ വനം മന്ത്രിക്കാണോ? പ്രായം കൂടുതൽ പുന്നക്കോട്ടി പിതാവിനാണെങ്കിലും കണ്ണില്ലാത്തത് വനം മന്ത്രിക്കാണെന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് കർഷകർ നേരിടുന്ന പ്രതിസന്ധികളോട് അനുകൂലമായൊരു സമീപനം ഇന്ന് വരെ വനം മന്ത്രി ഒരു പ്രസ്താവനയിലൂടെയും പ്രതികരിച്ചിട്ടില്ല. പ്രത്യുത അദ്ദേഹത്തിന്റെ തെറ്റായിട്ടുള്ള പ്രതികരണങ്ങൾക്കെതിരെ നാം പ്രവർത്തിക്കുമ്പോൾ നമുക്കെതിരെ ശബ്ദമുയർത്തുകയാണ് വനം മന്ത്രി.